സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി ആ പടത്തിന് മാർവൽ ഇപ്പോൾ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ട് പ്രസക്തിയൊന്നുമില്ല. എന്നാൽ പോലും ആ പടം എങ്ങനെയാണ് വരാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിക്ക് നമുക്ക് പടത്തിൻ്റെ ഒരു ലീക്ക്ഡ് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താനം കുറച്ച് വലിയ കഥയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ 2-3 പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയെന്ന് കണ്ടേച്ചും വരാം. അത് കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്താൽ ഇട്ടേക്കാം. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു കൂട്ടി ഈ ഒരു കഥയ്ക്ക് ഇനി മാർവലിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സീരീസിന് നിങ്ങളുടെ ഒരു റെസ്പോൺസിനനുസരിച്ചിരിക്കും ബാക്കി പാർട്സിൻ്റെ ഒക്കെ ഒരു അപ്ലോഡിങ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ സീരീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നില്ല, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയി. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവഞ്ചേഴ്സ് ദി കാങ് ഡൈനാസ്റ്റി. ആൻഡ് മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ആൻഡ് ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം മൾട്ടിവേഴ്സ് കോർ എഞ്ചിനിലൂടെ അകപ്പെട്ട് ഇപ്പോൾ ബയോണ്ട് വേഴ്സിൽ എത്തിപ്പെട്ടിട്ടുള്ള കാങ്ങിനെ കാണിക്കുകയാണ്. എന്ത് അപകടമാണ് തന്നെ മുമ്പിൽ കാത്തിരിക്കുന്നതെന്നോ ഇവിടെ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിലൊന്നും കാങ്ങിന് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി കാങ്ങിൻ്റെ മുമ്പിലോട്ട് വരുവാണ്. കാങ്ങിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ആ കുട്ടി കാങ്ങിനോട് പറയുവാണ്, നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, എന്നിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വന്നില്ല. ഇതങ്ങ് കേട്ടതും കാങ് ആകെ വളരെ വെളുക്കുവാണ്. സോ കാങ്ങിൻ്റെ ഒരു പാസ്റ്റിൽ എന്തോ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം പുള്ളിക്ക് നടന്നിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇല്യൂഷൻസ് ആണ് പുള്ളി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാങ്ങിൻ്റെ പാസ്റ്റിൽ പുള്ളി എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് പുള്ളിയുടെ ഫാമിലിയെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, പോകെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ ഓൾറെഡി നല്ലോണം ഫിസിക്കലി വീക്കായിരിക്കുന്ന കാങ്ങിനെ ഇത്തരത്തിലുള്ള ഇല്യൂഷൻസ് മാനസികമായി ഒന്നുകൂടി തളർത്തുവാണ്. ആൻഡ് പെട്ടെന്ന് അവിടേക്ക് വലിയൊരു കോസ്മിക് റിഫ്റ്റ് തന്നെ ഉണ്ടായിട്ട് കാങ്ങിൻ്റെ തന്നെ ഒരുപാട് ക്ലോൺസ് അവിടെ ഉണ്ടാവുകയാണ്. ക്ലോൺസ് എന്ന് പറയുമ്പോൾ കാങ്ങിൻ്റെ മൈൻഡിൽ ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ട്. പുള്ളിയുടെ പാസ്റ്റിൽ പുള്ളി എടുത്ത തീരുമാനങ്ങളെ പറ്റി അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളിയെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാങ്ങിൻ്റെ ക്ലോൺസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ക്ലോണുകളെല്ലാം കൂടെ മെയിൻ കാങ്ങിനെ വല്ലാതെ അങ്ങ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ഫിസിക്കലിയും മെന്റലിയും കാങ്ങിനെ അങ്ങ് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ആ ടോർച്ചറിൽ വല്ലാതെ ഡെസ്പായ കാങ് ഉറക്കെ അലറി പറയുകയാണ്, ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കട്ട് ചെയ്ത് നമ്മളെ കമർത്താജ് കാണിക്കുവാണ്. അവിടെ ഇപ്പോൾ വോങ്ങും മിസ് മാർവലും ക്യാപ്റ്റൻ മാർവലും കൂടി മിസ് മാർവലിൻ്റെ കയ്യിലുള്ള ആ ബാംഗിൾസ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കമർത്താജിൻ്റെ പുറത്തുനിന്ന് വലിയൊരു ശബ്ദം കേട്ട് വോങ് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നതാണ് കാണുന്നത്. ഒരു അടിക്കുള്ള കോളലെയാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വോങ് തന്റെ ആർമീനെയൊക്കെ സെറ്റാക്കി ഒരു ബാറ്റിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോർട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയാണ് ക്ലിയയും ഡോക്ടർ സ്ട്രേഞ്ചും. സോ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ചും ക്ലിയും കൂടിയിട്ട് ഒരുപാട് ഡാർക്ക് ഡൈമെൻഷൻസിലോട്ടൊരു യാത്ര നടത്തുന്നത്. സോ പുള്ളിയുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പുള്ളി ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടതും വോങ്ങിന് പകുതി ശ്വാസം നേരെ വീണു. സ്ട്രേഞ്ച്, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇവിടെ എന്താ നടക്കുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ? വലിയൊരു അപകടം, ഭൂമി ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലുത്, അത് ഭൂമിയെ നോക്കി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ടതൊന്ന് ചിരിച്ചുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ചു പറയുവാണ്, എനിക്കറിയാം, അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ തന്നെ തിരിച്ചു വന്നത്. ആൻഡ് ആ ഒരു വലിയ അപകടം അത് വന്നുകൊണ്ടിരിക്കുകയല്ല, അത് ഓൾറെഡി ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ്റെ പേരാണ് കാങ്. അവിടെ നിന്ന് നമ്മൾ നേരെ കാണിക്കുന്നത് വക്കാണ്ടയാണ്. വക്കാണ്ടയിൽ ഇപ്പോൾ നമ്മുടെ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. പുള്ളി ആകെ ടെൻഷൻ അടിച്ചങ്ങ് ഇരിപ്പാണ്. കാരണം വേറെ ഒന്നുമല്ല, ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് പടത്തിന്റെ എൻഡിൽ ലീഡർ ക്യാപ്റ്റൻ അമേരിക്കനെ ഒന്ന് വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഭൂമിയെ നോക്കി വലിയൊരു ആപത്ത് വരുന്നുണ്ടെന്നും അതിനെ എതിർക്കാനായിട്ട് നിന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ലെന്നുള്ള രീതിക്ക് ലീഡർ വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും. സോ ഭൂമിയെ നോക്കി എന്തൊരു അപകടമാണ് വരാൻ പോകുന്നത് എന്നുള്ളതല്ല ക്യാപ്റ്റൻ അമേരിക്കയുടെ വിഷയം. അങ്ങനെ ഒരു അപകടം വന്നാൽ തന്നെ ഭൂമിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കറന്റ് ഇപ്പോൾ ആരുമില്ല. അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം തന്നെ ഇപ്പോൾ ഭൂമിയിലില്ല. അതിൻ്റെ ഉള്ള ഹീറോസ് തന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് അങ്ങ് ചെതറി കിടക്കുവാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ ഇപ്പോൾ ആകെ ഉണ്ട് എന്ന് പറയാനായിട്ടുള്ളത് ഓഫ് കോഴ്സ് ഷുറി ഉണ്ട്, അതായത് ബ്ലാക്ക് പാന്തർ ഉണ്ട്, പിന്നെ യോക്കിൻ ടോറസിന്റെ ഫാൽക്കൺ ഉണ്ട്, പിന്നെ വാർ മെഷീൻ റോഡി ഉണ്ട്, പിന്നെ അയൺ ഹേർട്ട് ഉണ്ട്. ഇവർ മാത്രം ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ ഒരു ടീമായിട്ടുള്ളൂ. സോ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് ഷൂറി അങ്ങോട്ട് വന്നിട്ട് പുള്ളി നൈസായിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നതിന്റെ അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ആകാശം മൊത്തം ഇരുണ്ട് കൂടുവാണ്. വലിയ മുരളുന്ന ശബ്ദങ്ങൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ തിങ്സ്, ആ ശബ്ദം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും ആയിരുന്നില്ല, മൾട്ടിവേഴ്സൽ പോർട്ടലുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് കാങ്ങിൻ്റെ ഒരു ആർമി തന്നെ ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആൻഡ് ഈ വരുന്നത് ആരാണ്, എന്തിനാണ് വരുന്നതെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു പിടിയില്ല. അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ട് ആ കാങ്ങിൻ്റെ എയർ ഷിപ്സ് ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന സൂപ്പർ ഹീറോസ് എല്ലാം തന്നെ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോക്കൈ പുള്ളി വീട്ടിലേക്ക് എന്തോ പച്ചക്കറിയോ മറ്റോ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണ്. അവിടെ വെച്ച് പുള്ളിയും ഈ ആകാശത്തോട് ഒരുപാട് എയർക്രാഫ്റ്റ്സ് വരുന്നത് കാണുന്നു. പിന്നെ വണ്ടർമാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളി ഇത് കാണുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ സ്പൈഡർമാൻ, ആൻഡ്മാൻ, ഡയർ ഡെവിൾ, മൂൺ നൈറ്റ്, പണിഷർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സൂപ്പർ ഹീറോസും ഇത് ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്നത് ആരാണെന്നും അവർക്ക് വേണ്ടത് എന്താണെന്നും എന്നുള്ളതിനെ പറ്റി ആർക്കും യാതൊരുവിധ ഐഡിയയും ഇല്ല. ആൻഡ് ആകെപ്പാടെ കുറച്ചെങ്കിലും അറിയാവുന്ന ഡോക്ടർ സ്ട്രേഞ്ചിനാണ്. പുള്ളിയും ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുവാണ്, യെസ് അങ്ങനെ എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇമ്മോർട്ടസ് കാങ്ങിന്റെ സൗണ്ട് ഒരു സിഗ്നൽ പോലെ അവർ എയർഷിപ്പിൽ നിന്ന് ഭൂമിയിലോട്ട് വരുവാണ്. അവഞ്ചേഴ്സ്
ഞങ്ങൾക്ക് അവകാശപ്പെട്ട ചിലത് നിങ്ങളുടെ കൈകളിലുണ്ട്. അത് ഞങ്ങളുടെ പക്കൽ നിന്നെടുത്തതിന് നിങ്ങൾ അനുഭവിക്കും. നിങ്ങളായിരിക്കും ഈ ഭൂമിയും അനുഭവിക്കും. അവിടെ തുടങ്ങുകയായിരുന്നു കാങ്ങിൻ്റെ ആർമിയുടെയും യുദ്ധം. ഭൂമി ലിറ്ററലി നാമാവശേഷമാവുകയാണ് ആ ഒരു അറ്റാക്കിൽ. പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പ്രതീക്ഷിച്ചിരുന്നാൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഭൂമിയിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കാങ്ങിൻ്റെ ആർമിക്കും ഭൂമി എന്ന് പറയുന്നത് ലിറ്ററലി ഒരു ഓപ്പൺ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അതായത് ഒരു ഡിഫൻസ്ലെസ് അറീന എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് കവിഞ്ഞ ആർക്കും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ അതുപോലും ചെയ്യാനായിട്ട് കാങ്ങിൻ്റെ ആർമിയും അവരെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ഭൂമിയിലെ വലിയ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ്, ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ലിറ്ററലി പിഴുതെടുത്തിട്ട് വീണ്ടും ഭൂമിയിലോട്ട് തന്നെ വലിച്ചെറിയുകയാണ് ആർമി. ഇതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉദിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോസ് എല്ലാം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോക്കാലിറ്റിയിലുള്ള പരമാവധി ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള കാര്യമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ട് ഹാലിളകി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പുള്ളിയുടെ കൂടെയുള്ള ടീമിനെയും കൂട്ടി ഒരു സ്പേസ് ഷിപ്പ് എടുത്തുകൊണ്ട് നേരെ കാങ്ങിന്റെ സൈഡിലോട്ട് അങ്ങ് വെച്ച് പിടിക്കുകയാണ്. എന്നാൽ കാങ്ങിന്റെ എയർക്രാഫ്റ്റിന്റെ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വന്ന ആ ഒരു സ്പേസ് ഷിപ്പ് നേരെ തെറിച്ചങ്ങ് പോവാണ്. തെറിച്ചങ്ങ് പോകാന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇപ്പോൾ ഒരു അമേരിക്കയിലാണുള്ളത്. അവിടെ നിന്ന് നേരെ അങ്ങ് ടോക്കിയോയിൽ ചെന്ന് വീഴാണ്. സോ കാങ്ങിന്റെ എയർഷിപ്പിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് പോലും താങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് കാങ്ങിനെ എങ്ങനെയാണ് താങ്ങുന്നത്? ഹ്യൂമൻസും ഗവൺമെന്റും എല്ലാം അവരുടേതായ രീതിക്ക് റെസ്ക്യൂ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാം ഒരു കയ്യിൽ ഒതുങ്ങുന്നതിനും അപ്പുറമുള്ള ഒരു അറ്റാക്കാണ് വന്നിരിക്കുന്നത്. താനോസിന്റെ അറ്റാക്കിലൊക്കെ കണ്ടത് ചെറുത്, ഇത് അതുക്കും കുറെയൊക്കെ മേലെ. അങ്ങനെ ഭൂമി ലിറ്ററലി ഒരു ബേണിംഗ് ഹെല്ലായിട്ട് തന്നെ മാറുവാണ്. ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡായി മാറി. കൃത്യമായി പറയാനാണെങ്കിൽ ഈ ഒരു അറ്റാക്ക് തുടങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറിനകം ലോകത്തിലാകപ്പാടെ 1 ബില്യണും മേലെ ആളുകളാണ് മരിച്ചു വീണത്. ജാനറ്റ്, ഹോപ്പ്, ഹാങ്ക് പിങ്, കാസി ലാങ് എന്നുള്ളവരെല്ലാം മരിച്ചു പോവാണ്. കാസി ലാങ്ങിന്റെ ശവശരീരം മടി വെച്ചുകൊണ്ട് ആൻഡ്മാൻ കരയുകയാണ്. സ്റ്റാർ ലോഡിന്റെ മുത്തശ്ശനും മരിച്ചു പോവാണ്. ഇതേ സമയം നമ്മുടെ സ്പൈഡർമാൻ ഈ ഒരു അപകടങ്ങളൊക്കെ കണ്ട് പേടിച്ച് നേരെ MIT-ലോട്ട് ഇങ്ങനെ വെബ് വിട്ട് സ്വിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. MIT-ലാണ് നെഡും MJ ഉള്ളത്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. സ്പൈഡർമാൻ്റെ ഈ ഒരു ആദ്യ പിടിച്ചുള്ള പോക്ക് കണ്ടിട്ട് മൈൽസ് മൊറാൽസും പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇപ്പൊ പോകുന്നത് ശരിയല്ല, ഇത് അപകടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പീറ്റർ അതൊന്നും ചെവി കൊടുക്കുന്നേ ഇല്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ബിൽഡിംഗ് നമ്മുടെ മൈൽസ് മൊറാൽസിന്റെ മേത്തേക്ക് അങ്ങ് വീഴുവാണ്. എന്നാൽ ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായി നമ്മുടെ മൈൽസിന്റെ മണ്ടയ്ക്ക് വീഴുന്നതിന് മുമ്പ് സ്പൈഡർമാൻ ഓടി വന്ന് മൈൽസിനെ രക്ഷിക്കുവാണ്. തലനാരിഴക്കി മൈൽസും അതിലൂടെ നിന്ന് രക്ഷപ്പെടുവാണ്. വിറച്ചുകൊണ്ട് തന്നെ മൈൽസ് സ്പൈഡർമാനോട് ചോദിക്കുവാണ്, ഇതെന്താണ് സംഭവിക്കുന്നത്? ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ അതിനുള്ള ഉത്തരം സ്പൈഡർമാന്റെ പക്കലും ഉണ്ടായിരുന്നില്ല. മുമ്പിൽ കത്തിയമരുന്ന ബിൽഡിങ്ങുകളെ നോക്കി സ്പൈഡർമാൻ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ, എങ്ങനെ ഇതിനെ നേരിടുമെന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്ന സമയത്ത് ആ വലിയൊരു എയർക്രാഫ്റ്റിൽ നിന്ന് ഇമോർട്ടസിന്റെ സ്വരം വീണ്ടും കേൾക്കുവാണ്. നിങ്ങൾ ആരും ഭയക്കണ്ട, ഞാൻ തേടി വന്ന വസ്തുക്കൾ എൻ്റെ കയ്യിലെത്തിയതിന് ശേഷം ഇവിടെ പുതിയൊരു ലോകം ഞാൻ സൃഷ്ടിക്കും. അവിടെ ഞാനായിരിക്കും നിങ്ങളുടെ രാജാവ്, ഒരേ ഒരു രാജാവ്. സോ ഈ ഒരു വലിയ അറ്റാക്കിന് ശേഷം അവശേഷിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യരും അവഞ്ചേഴ്സും സൂപ്പർ ഹീറോസും പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഷീൽഡ് ഏജൻസും എല്ലാവരും കൂടെ ഇപ്പോൾ വക്കാണ്ടയിലോട്ട് പോവുകയാണ്. കാരണം കൗൺസിൽ ഓഫ് കാങ്ങിന്റെ അട്രോസിറ്റീസ് ഇതുവരെ എത്താത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിയിൽ വക്കാണ്ട മാത്രമാണ്. അങ്ങനെ ഒരു വിധത്തിൽ വലിയ ഈ ഒരു അറ്റാക്കിൽ നിന്ന് സർവൈവ് ചെയ്ത എല്ലാവരും വക്കാണ്ടയിൽ ഒരുമിച്ച് ഓടുകയാണ്. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് സർവൈവ് ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച്, ക്ലിയ, അമേരിക്ക ചാവസ്, സ്പൈഡർമാൻ, മൈൽസ് മൊറാൽസ്, ഡയർ ഡെവിൾ, പണിഷർ, ആൻഡ്മാൻ, ഹോക്കൈ, കെയ്റ്റ്, സ്റ്റാർ ലോഡ്, ക്യാപ്റ്റൻ മാർവൽ, മിസ് മാർവൽ, ഹൾക്ക്, ഷീ ഹൾക്ക്, തോർ, ലവ്, റോക്കറ്റ്, ആഡം വാർലോഡ്, ഗ്രൂട്ട്, ഷാങ്ചി, വണ്ടർമാൻ, വോങ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് അങ്ങ് ടോക്കിയോയിൽ ചെന്ന് വീണ സ്പേസ് ഷിപ്പിലുള്ള ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് പാന്തറും വാർ മിഷീനും ഫാൽക്കണും ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുവാണ്. സോ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എന്നതിനപ്പുറം ഇവർക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്ര വലിയൊരു അറ്റാക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഡോക്ടർ സ്ട്രേഞ്ച് എല്ലാവരുടെയും നടുവിലോട്ട് വന്നിട്ട് ഈ സംഭവത്തിൻ്റെ ഒരു സീരിയസ്നെസ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അവൻ്റെ പേര് കാങ്. അവൻ ചെയ്ത അക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അവൻ അന്വേഷിച്ചു വന്ന ആ ബാങ്കിൾസും 10 റിങ്സും അവൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം അവൻ ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാളും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അത് അവൻ്റെ കൈകളിൽ എത്താതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി മോട്ടീവ്. അതിനുവേണ്ടി നമ്മുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും നമ്മളതിന് തയ്യാറാവേണ്ടി വരും. അവിടെ നിന്ന് അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് മൊത്തം അവഞ്ചേഴ്സ് ടീമിനെ 3 ഭാഗിക്കുവാണ്. അതിൽ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക, സ്പൈഡർമാൻ ആൻഡ് ഓഫ് കോഴ്സ് ഡോക്ടർ സ്ട്രേഞ്ച് അവർ ടീമിൻ്റെ ലീഡറായിട്ട് മാറുവാണ്. കോസ്മിക് ടീം, എർത്ത് ബൗണ്ട് ടീം, സ്ട്രീറ്റ് ലെവൽ ടീം എന്ന് പറഞ്ഞിട്ട് 3 ടീമുകളായിട്ട് അവരെ തിരിക്കുവാണ്. ഇതിൽ കോസ്മിക് ടീമിന്റെ ഹെഡായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് വരുന്നു, സ്ട്രീറ്റ് ലെവൽ ടീമിന്റെ ഹെഡായിട്ട് നമ്മുടെ സ്പൈഡർമാൻ വരുന്നു, എർത്ത് ബൗണ്ട് ടീമിന്റെ ഹെഡായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക വരുന്നു. അപ്പോൾ 3 മെയിൻ കാങ് വേരിയൻസ് ആണല്ലോ മൊത്തം കാങ് ആർമിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ 3 കാങ്ങിനുമായിട്ട് 3 ടീമുകളെ അങ്ങ് പിരിച്ചു കൊടുക്കുവാണ്. കോസ്മിക് ടീമിന് സെഞ്ചൂറിയൻ, സ്ട്രീറ്റ് ലെവൽ ടീമിന് റാമാറ്റൂട്ട്, എർത്ത് ബൗണ്ട് ടീമിന് ഇമ്മോർട്ടസ്. അങ്ങനെ ഒരേ സമയം 3 കാങ്ങിനെ ഒടിക്കാനായിട്ട് ഒരു പ്ലാൻ അവഞ്ചേഴ്സ് ടീം ഉണ്ടാക്കുവാണ്. ക്യാപ്റ്റൻ അമേരിക്ക മുമ്പോട്ട് വന്നിട്ട് പറയുവാണ്, എനിക്കറിയാം നമ്മൾ ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രശ്നത്തെ തന്നെയാണ് നമ്മൾ നേരിടാനായിട്ട് പോകുന്നത്. എന്നാൽ ഇതൊന്നിൻ്റെയും അവസാനമല്ല. ഇനിയും ഈ ഭൂമിയിൽ ഒരുപാട് ജീവനുകൾ അവശേഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റൂ. നമ്മൾക്കെല്ലാവർക്കും നഷ്ടങ്ങളുണ്ടായി. ആ നഷ്ടങ്ങൾക്കും അവരിവിടെ വീഴ്ത്തിയ ചോരയ്ക്കും അവർ കണക്ക് പറയിപ്പിക്കും. സോ അവഞ്ചേഴ്സ്, ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് സൺ ഓഫ് എ ബിച്ച്.